ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൾഡ് ഓഫ് നാസ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഞാനും ഉമ്മയും കസിനും അവൻ്റെ വൈഫും കുട്ടിയും കൂടെ ഒന്ന് പുറത്ത് പോയിരുന്നു. ചെറിയൊരു പർച്ചേസിങ്, ഞങ്ങൾക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കസിന് അവൻ്റെ മോനെ ഡോക്ടറെ കാണിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണിത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കണം. പിന്നെ ഇത് കണ്ടോ, മോന് അല്ലെങ്കിൽ ഫുൾ ടൈം ചിരിയായിരിക്കും കേട്ടോ, ഭയങ്കര ചിരിയായിരിക്കും. ഇതിപ്പോൾ വീഡിയോ ഇങ്ങനെ എടുക്കണ കണ്ടപ്പോൾ ചിരിക്കണേ അല്ല, നോക്കിയിരിക്കുകയാണ്. ഇതിപ്പോൾ കരിങ്കല്ലത്താണ് എത്തിയിട്ടോ. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, ഹൈസ്കൂളാണ്. ഞാൻ 8th, 9th, 10th ഒക്കെ ഈ സ്കൂളിലാട്ടോ പഠിച്ചിരുന്നത്. ഞാൻ ഈ സ്കൂളിൽ പോയ വീഡിയോ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ. ഇത് അപ്പോൾ കരിങ്കലത്താണി ടൗണിലാണ് കേട്ടോ. അപ്പോൾ കുട്ടീനെ അവിടെ ക്ലിനിക്കിൽ കാണിക്കാൻ വിചാരിച്ചു. ഇവിടെ 2-3 ക്ലിനിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്കിൻ ഡോക്ടറെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ക്ലിനിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സ്കിൻ ഡോക്ടർ അന്ന് ലീവാണ്. അപ്പോൾ അവിടുന്ന് ഇറങ്ങി പിന്നെ വേറൊരു ക്ലിനിക്കിൽ കൂടെ പോയി കേട്ടോ. എനിക്ക് ടോ പറച്ചിൽ കൂടുതലാണെന്ന് എല്ലാവരും ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം അത് കുറയ്ക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അത് സംസാരിക്കുമ്പോൾ വേണ്ടി വന്ന് പോവാണ് ലാസ്റ്റ് ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും അത് കുറയ്ക്കാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് 2ാമത്തെ ക്ലിനിക്കിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ അവിടെയും സ്കിൻ ഡോക്ടർ ലീവാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ പെരിന്തൽമണ്ണ പോയി. പെരിന്തൽമണ്ണയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഉമ്മയും കൂടെ ഈ തെസ്ബി ഫാഷൻ എന്നുള്ള ഈ ബുട്ടീക്കിൽ ഇറങ്ങി കേട്ടോ. ഞങ്ങൾക്ക് ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു. കസിനും കുട്ടീനെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാനും പോയിട്ടോ. നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കുക. ഇവിടെ കയറിയിട്ടില്ലെങ്കിൽ നല്ല കളക്ഷൻസാണ്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച് പോയ ഡ്രസ്സ് അന്ന് അവിടെ തീർന്നിരുന്നു. അപ്പോൾ അന്ന് ഈവനിങ്ങിൽ അവിടെ സാധനങ്ങൾ എത്തുള്ളൂ പറഞ്ഞ്. അപ്പോൾ ഞങ്ങളവിടെ ഓർഡർ ചെയ്ത് പോരുകയാണ് കേട്ടോ ചെയ്തത്. അവർ സാധനങ്ങൾ എത്തിയാൽ നമുക്ക് വാട്സപ്പിൽ ഫോട്ടോസ് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് വരെ നമുക്ക് സാധനം കൊണ്ടുവന്ന് തരാൻ പറഞ്ഞിട്ട്. അത്രയും നല്ല കസ്റ്റമർ സർവീസാണ് അവിടെ. പക്ഷേ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുതരേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പോൾ ഞങ്ങളവിടെ സാധനം ഡ്രസ്സ് അവിടെ പറഞ്ഞു പോന്നു. അവർ പിന്നെ അത് ഫോട്ടോസൊക്കെ അയച്ചു തന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തതാണെന്ന്. സാധനം എന്താണേലും കിട്ടി കേട്ടോ. അത് അവർ കൊണ്ടുവരുന്നില്ല, ഞങ്ങൾ തന്നെ അവിടെ വേറെ എൻ്റെ മാമന് പോന്നപ്പോൾ വാങ്ങിച്ചു പോന്നു. ഈ ഷോൾ കണ്ടോ, ഇത് ഇവിടുന്ന് എടുത്ത തന്നെയാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഒന്ന് കയറി വിസിറ്റ് ചെയ്യാം കേട്ടോ, നല്ല കളക്ഷനാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങി കസിനും കുട്ടീനെയൊക്കെ ഡോക്ടറെ കാണിച്ച് വന്നു. അപ്പോൾ അങ്ങനെ നേരെ റിട്ടേൺ കരിങ്കലത്താണിയിലേക്ക് തന്നെ പോരുകയാണ്. അപ്പോൾ പോരുന്ന വഴിയിൽ ഇതാ നല്ല അടിപൊളി ഫ്രഷ് മീനുകൾ വിൽക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ കസിനും വാങ്ങി ഞങ്ങളും വാങ്ങി. മീനിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. ഈ മീനും കൊണ്ട് ഞങ്ങൾ എന്നിട്ട് അന്നല്ല പിറ്റേ ദിവസം ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിയ മീനും കൊണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അതിൻ്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മീനൊക്കെ വാങ്ങി പിന്നെ പോന്നു. പിന്നെ കരിങ്കലത്താണി തന്നെ എത്തി. അവിടെ ഫാമിലി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഇറങ്ങി അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. നമ്മളിപ്പോൾ വീട്ടിൽ എത്തി. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആ ബിരിയാണിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഫുള്ള് വാച്ച് ചെയ്യണം കേട്ടോ. എല്ലാവരും ബിരിയാണി വെക്കുന്നത് തന്നെയാണ്, പക്ഷേ നമ്മൾ ഞങ്ങളുടെ സ്റ്റൈലിലുള്ള ബിരിയാണി കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വാങ്ങിച്ച മീൻ ഇതാ ഇതുപോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫിഷ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്ക് അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ബട്ടർ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഏലക്ക, ഗ്രാമ്പു, പട്ട ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു സവാള ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ, സവാളിൻ്റെ കുറച്ചേ ഉള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ ഇനി അതിലേക്ക് നമ്മുടെ റൈസ്, എത്ര റൈസാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് ഇതാ ഇവിടെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈസിലേക്കുള്ള വെള്ളം ഇതാ അവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു നാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലിട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. നാരങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ റൈസ് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇനി അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ കുറച്ച് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഇത് അവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് ഇതാ അങ്ങനെ 3 സവാള കട്ട് ചെയ്തത് ഇങ്ങനെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരട്ടെ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ, പെട്ടെന്ന് സവാള ഒന്ന് വഴഞ്ഞ് വരാനാണ്. അപ്പോൾ നമ്മുടെ റൈസ് നോക്കാം, റൈസിൽ വെള്ളമൊക്കെ ഇതാ വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും കൂടെ ചതച്ചെടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ മിക്സ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് 1 സ്പൂണ് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഒരു 3 തക്കാളി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അതൊക്കെ കൂടെ നന്നായിട്ട് തന്നെ മിക്സായി വരട്ടെ. നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇനി നമ്മുടെ മസാല ഇതപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റൈസ് ഇവിടെ എല്ലാം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു പകുതി റൈസ് കോരി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫിഷ് മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റൈസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ.
നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ടോ സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള വറുത്ത് വെച്ചതുണ്ടായിരുന്നു കേട്ടോ നേരത്തെ, അതും ഇട്ട് കൊടുക്കുക. പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ദമ്മ് ഇട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈവനിങ്ങിൽ ഇത് കണ്ടോ, നമ്മൾ പറമ്പിക്കൊന്ന് പോയി. ഇവിടെ അടുത്ത് തന്നെ, വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. പറമ്പിലൊന്ന് കാട് വെട്ടാൻ ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ്ങിലൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്ക് ബൈ.